ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു റോക്കറ്റ് ഷിപ്പ് കാണാൻ പോവുകയാണ്. ഇത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ സ്ഥലം സൗദി അറേബ്യയിൽ ജിദ്ദയിൽ ഷോയിബ് പറഞ്ഞ സ്ഥലത്താണ് റോക്കറ്റ് ഷിപ്പ് കാണുന്നത്. അപ്പോൾ കുറേ റോക്കറ്റ് ഷിപ്പ് നമുക്ക് കാണുന്നത് കുറേ രസമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ലോറികളും ബിൽഡിങ്ങുകളും ഒക്കെ കാണും. കുറേ കടകളൊക്കെ ഉണ്ട്. കുറച്ച് മരുഭൂമിയിലുണ്ട്. ഇവിടെ ഒട്ടകങ്ങൾ, ഹട്ട്, ആടുകളൊക്കെ കാണാം. ഇത് ലോങ് ആയിട്ടുള്ള മരുഭൂമി തന്നെയാണ്. ദൂരത്ത് കുറേ ആളുകൾ ഒട്ടകങ്ങൾ നോക്കുന്നൊക്കെ കാണാം. കുറേ പുല്ലുകളൊക്കെ കാണാം. നമുക്ക് കുറേ കുഞ്ഞു കുഞ്ഞു കാറുകളൊക്കെ മരുഭൂമി നിർത്തിച്ച വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട്. രസമായിട്ടാണ് റോക്കറ്റ് ഷിപ്പ് കാണുന്നത്. ചെറുതായിട്ട് കാണും, ക്ലിയർ ആയിട്ട് കാണുന്നത്. അതിൻ്റെ അടുത്തേക്ക് പോയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇത് പോണൊരു നല്ലൊരു മനോഹരമായൊരു വഴി തന്നെയാണ്. ഇനിയും കുറേ ലോങ് ആയിട്ട് സ്ഥലം കഴിഞ്ഞിട്ടാണ് നമ്മൾ റോക്കറ്റ് ഷിപ്പ് നിർത്തുന്നത്. ഇനിയും കുറേ ദൂരത്തിലേക്ക് പോകണം. മരുഭൂമിയിലാണ് ഈ സ്ഥലങ്ങൾ. ഇപ്പോൾ മരുഭൂമി എത്തുന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കാണാൻ വലിയൊരു പൈപ്പിൻ്റെ പാർട്സുകൾ കൂട്ടിയൊരു ലോങ് പൈപ്പ്, അതിൻ്റെ പാർട്സുകൾ റോഡ് സൈഡിൽ നല്ല മനോഹരമായ വണ്ടികൾ നമുക്ക് കാണാൻ കഴിയും. പൈപ്പുകളും മനോഹരമായ വണ്ടികളും പിന്നെ ആടുകളും ഒട്ടകങ്ങളും വീടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നുന്നു. അങ്ങനത്തെ ഒരു സ്ഥലമാണ് റോക്കറ്റ് ഷിപ്പിൻ്റെ പോണ വഴി. സൂപ്പറായിട്ട് ആണ് റോക്കറ്റ് ഷിപ്പ് പോണ വഴി. മനോഹരമായ വഴിയും അങ്ങനെ കുറേ ലോറികൾ കാണാം. നമുക്ക് വീട് കാണാം. കുറേ ഒട്ടകങ്ങൾ അവിടെ നിന്ന് പുല്ല് നിന്നത്, അതിനടുത്ത് അവിടെ നോക്കുന്ന ചെറിയൊരു വീടും കാണാം. ഈ ഒട്ടകങ്ങളൊക്കെ ഈ മരുഭൂമിയിലാണ് സാധാരണ പോലെ നോക്കല്. അവിടെ കുറേ പുല്ലുകളൊക്കെ കാണാം. ആൾക്കാർ കുറേ വേസ്റ്റ് ഒക്കെ കുറച്ച് ആൾക്കാർ നമുക്ക് വീഡിയോയിൽ കാണാൻ ഒരു ഒട്ടകം അതിന് ഉടമ അവിടെ നിൽക്കുന്നത്. ഉടമ ഒട്ടകത്തിന് പുറത്ത് കയറിയിട്ടുണ്ട്. ഒട്ടകം നീച്ച വാക്ക് ചെയ്യുന്നുണ്ട് ഉടമന്റെ പുറത്തുമുണ്ട്. ഇതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഗൈസ്. നമ്മളിപ്പോ റോക്കറ്റ് ഷിപ്പിന്റെ അടുത്ത് മിനിമം റോക്കറ്റ് ഷിപ്പ് കാണിച്ചു തരാനാണ് ശ്രമിക്കുന്നുണ്ട്. ട്രെയിൻ ചെയ്ത് കാണിച്ചു തരാൻ കഴിയും. മനോഹരമായ ഒട്ടകം പോയത് ഒന്ന് നോക്കാം. മനോഹരമായി റോക്കറ്റ് ഷിപ്പ് സ്ഥലം ഞങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചേരണം. മനോഹരമായ സ്ഥലമാണ്. ഇതൊരു പണി ചെയ്യാത്ത റോഡാണ്. ഇതൊക്കെ നമ്മളിപ്പം ഇത് പൗസ് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ ഇത് ലോങ് ആയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പൗസ് ചെയ്തെടുക്കുന്നത്. ആ കാണുന്നതാണ് ചെറിയൊരു ബ്ലൂ കളർ കാണുന്നത്. അവിടെയാണ് ബീച്ച്. അവിടെ കുറച്ച് ഇതിൽ കാണുന്നതാണ് റോക്കറ്റ് ഷിപ്പ്. ക്ലിയർ ആയിട്ട് കാണുന്നത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഏതായാലും അതിൻ്റെ അടുത്തിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് ദൂരമായിട്ട് നമുക്ക് പിന്നെ കുറച്ചും കൂടി ഉള്ളതെന്ന് തോന്നുന്നത്. ഇത് കാണുന്നത് കോസ്റ്റൽ ഗാർഡിൻ്റെ ഓഫീസൊക്കെ ഉള്ള സ്ഥലമാണ്. കുറേ ഹട്ടുകൾ കാണുന്നത്. ഇവിടെ കോസ്റ്റൽ ഗാർഡിൻ്റെ സ്ഥലമാണ്. സ്ഥലത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. ഈ ബീച്ചിൽ കുറച്ച് അപ്പുറത്തെ സൈഡിലാണ് ഷിപ്പ്. ഇവിടെ കുറേ കുറച്ച് റോക്കറ്റ് ഷിപ്പ് അവിടെ റെക്കഡായിട്ട് കിടക്കുന്നതാണ്. രണ്ടെണ്ണം കിടക്കുന്നത് കാണാം. ചെറുതോടെ കിടക്കുന്നത് കോസ്റ്റൽ ഗാർഡ് വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അവിടുത്തെ ബീച്ചിൻ്റെ ഇറങ്ങാൻ അതാ അവിടെ ഒരു റോക്കറ്റ് ഷിപ്പ് കാണുന്നുണ്ട്. ഇതിനേക്കാളും വലുതാണ് നമ്മൾ കാണുന്നത്. ഇതൊരു ചെറിയ സാധ്യത ഷിപ്പല്ല, മീൻസ് ഒരു ബോട്ട് റെക്കഡായിരുന്നു.
ഇതിനേക്കാളും വലിയ ഷിപ്പുകളൊക്കെ ഉണ്ടാവും കാണാൻ നമ്മൾ പോകുന്നത്. പോണവരൊക്കെ കണ്ടതിൽ വീഡിയോ എടുത്തതല്ലോ. അവിടെ എയിമ 2 ആൾക്കാർ നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മൾ ബോട്ടിൻ്റെ ഷിപ്പിൻ്റെ അടുത്ത് പോവാണ്. അധികമായിട്ട് പോകുമ്പോൾ വീഡിയോ എയിമ 2 ആൾക്കാർ നിൽക്കുന്നത് കാണാൻ കഴിയും. കോസ്റ്റൽ ഗാർഡാണ് ഗൈസ്. കോസ്റ്റൽ ഗാർഡിൻ്റെ കോമ്പൗണ്ടാണ്. ഇങ്ങനെ അവിടുന്ന് ഇറങ്ങി ബീച്ചിൽ പോവുകയാണ്. അതിമനോഹരമായ അടിപൊളി ഒരു ബീച്ചാണ് കാണുന്നത്. നല്ല മനോഹരമായ ബീച്ച്. ഇഷ്ടപ്പെട്ടൊരു ബീച്ച് ഈ ഒരു ബീച്ചാണ് റക്കി ഷിപ്പ്. റക്കി ഷിപ്പിനെ കാണാൻ കുറച്ചും നല്ല ഭംഗിയാണ്. നല്ല പോയൊക്കെയാലും മനസ്സിലാവുന്നു അതിൻ്റെ ഒരു. ഇതിവിടെ ചെറിയൊരു ബോട്ടിംഗ് സ്ഥലമാണ്. പിന്നെ കൂടി ഒരു പാലം ഉണ്ട്. ഇവിടെ 3 നായ്ക്കുട്ടികളൊക്കെ ഉണ്ട്. കുറച്ച് നായ്ക്കുട്ടികളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല നീല വെള്ളമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സമ്മതിക്കില്ല എന്നാണ് ഒന്നാമത്തെ ഒരു കാര്യം. നമ്മളിപ്പം അവിടെ ചെറിയൊരു പാലുണ്ടായി പാലത്തിന്റെ സൈഡിൽ കുറെ സ്റ്റോൺസ് കൂട്ടിയിട്ട് നമുക്ക് കാണാം. ഇപ്പുറത്ത് ഒരു കമ്പിവേലി കെട്ടിയത് കാണാം. ഇതിന്റെ അപ്പുറം ഭാഗത്താണ് നമ്മളെ റക്കി ഷിപ്പ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ കാണിച്ചതാണ് വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൻ്റെ അപ്പുറം ഭാഗത്ത് റക്കി ഷിപ്പാണ്. അവിടെ ഉണ്ടോ നമ്മൾ കാണിച്ചില്ലേ അതുപോലാണ് റക്കി ഷിപ്പൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് ദൂരത്ത് പോകുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ റക്കി ഷിപ്പ് ഇതാണ് നമ്മൾ റക്കി ഷിപ്പ്. ഇതൊക്കെ കുറച്ച് ഷിപ്പുകളൊക്കെ നമ്മൾ കാണിച്ചത്. ഇതാണ് നമ്മൾ കാണിച്ചത് പറഞ്ഞ ശരിക്കത്തെ റക്കി ഷിപ്പ്. ഇത് പണ്ട് ഹോളണ്ടിൽ നിന്ന് വന്നൊരു ഷിപ്പ് തന്നെയാണ്. പണ്ട് ഇവിടെ ഈ തീരത്തായിരുന്നു പണ്ട് പാർക്കിങ്. അപ്പം ഇവിടെ കുറേ ആൾക്കാർ കാണാം. ഈ തീരത്ത് പാർക്കിംഗ് ആയിരുന്നു. ഈ തീരത്ത് കെട്ടിയിട്ടപ്പോൾ കാറ്റ് വീശി അതിൻ്റെ കയറ് പൊട്ടിയിട്ട് കടലിൻ്റെ നടുവ് പോയി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് വെള്ളമൊക്കെ അടിച്ച് എന്താ പറയുക ഷിപ്പ് ഒരു വിധം പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇത് ചെങ്കടലിൻ്റെ നടുവിൽ അടിയിൽ മണലിൽ കുത്തി നിൽക്കുകയാണ്. നേരെ പോയാൽ നമ്മളെ കേരളത്തിലെ ബീച്ചിൻ്റെ മാതിരിയല്ല. അവിടെ ഒരു കട്ടിങ്ങാണ് അടിയിലേക്ക്. അങ്ങനെ റക്കി ഷിപ്പ് ഞങ്ങൾ കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയി കാണേണ്ടതൊന്നും നമുക്കറിയില്ല. നിങ്ങൾക്ക് വീഡിയോ കാണാൻ വലിയൊരു കട്ടിങ് ഉണ്ട്. കട്ടിങ് ആയിട്ടോ വീഴാൻ പോവും. ബീച്ചിൽ അതാണ് റക്കി ഷിപ്പ്. അതൊക്കെ കാണുന്നുണ്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതാണ് നമുക്ക് ശരിക്കും കാണുന്നുണ്ടോ നമുക്കറിയില്ല. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നത് കേട്ടോ. റക്കി ഷിപ്പ് ഈ കടലിൻ്റെ പ്രത്യേകത അപ്പുറം ഭാഗം വേറെ കളറും ഈ ഭാഗം വേറെ കളറുമാണ്. അതാണ് റക്കി ഷിപ്പ് ശരിക്കും ഒലിഞ്ഞ് പോയിട്ട് പിന്നെ ഒലി എത്തിച്ചില്ല കേട്ടോ. കണ്ടോ ഈ പാല കിടക്കുമ്പോൾ ശ്രദ്ധിക്കണം. അഥവാ ഇത് പൊടിഞ്ഞു പോകും. ഇത് അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ അടിയിൽ കുറച്ച് മീൻ ആമകളൊക്കെ കാണാൻ സാധിക്കും നമുക്ക്. നിങ്ങൾ പോയൊക്കെ മനസ്സിലാവും. ഇത് വരണ്ടൊരു വലിയ മരുഭൂമി തന്നെയാണ്. നമ്മൾ കൂടെ ഒരു ഫാമിലിയും കൂടി ഉണ്ട് വന്നിട്ട്. അപ്പുറത്തൊരു ഫാമിലി വെച്ചിട്ട് നമുക്ക് കാണാം. പിന്നെ നമുക്ക് കാറുകളൊക്കെ ഓട്ടി പഠിക്കണമെങ്കിൽ ഇവിടെ വരിക. ഇതാണ് ഗാസ് റക്കി ഷിപ്പിൻ്റെ ക്ലിയർ ഫോട്ടോ.
ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്നുകൂടുത്ത് നിസ്കരിക്കാൻ ബീച്ചിലേക്ക് ഇറങ്ങിയതാണ്. ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ പറ്റിട്ട് ഈ ഒരു ബീച്ച് കൊടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനൊക്കെ പറ്റുന്നതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇവന് ഒരു ഇവന് പോകുന്നൊരു ഇവന് ഒരു ഞണ്ടിനെ കണ്ടിട്ടുണ്ട്. ഞണ്ട് കണ്ടിട്ടുണ്ട്. ഞണ്ട് ഞാൻ കണ്ടിരുന്നു അവിടെ. ഞാൻ ഇത്തിരി ബാക്കിൽ വന്നത്. പിന്നെ ഞങ്ങൾ നിസ്കരിച്ച് ഞങ്ങൾ തിരിക്കാൻ നിൽക്കണം. ഞങ്ങൾ തിരിച്ചു പോണത് നമ്മൾ ഒരു അടിപൊളി ഒരു വീഡിയോ എടുത്ത് നല്ല മനോഹരമായ കാഴ്ച ഞങ്ങൾക്ക് കണ്ടു. ഞങ്ങൾ പോണ വഴിക്ക് നല്ലൊരു അടിപൊളി ഫുഡ് കഴിച്ച അബ്ബാസിൽ നിന്ന്